ഓക്കെ. സോ പൈത്തണിൽ നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേഷൻ, അതായത് ഒരു വേരിയബിളിലോട്ട് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ സിമ്പിളായിട്ട് ഈക്വൽ സിമ്പിൾ യൂസ് ചെയ്തിട്ടുള്ള അസൈൻമെൻറ്റ് ഓപ്പറേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു വേരിയേഷൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് പ്രൈസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. അതിലോട്ട് നമ്മൾ 150 എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ അകത്തെ വാല്യൂ നമുക്കറിയാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് ചെയ്ത് നോക്കാനും സാധിക്കും. സോ പ്രൈസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. ഇനി എനിക്ക് വൺ മോർ വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് എന്താണ്, ഡിസ്കൗണ്ട്. ഓക്കെ, ഡിസ്കൗണ്ട്. സോ അതൊരു ഫ്രാക്ഷൻ വാല്യൂ കൊടുക്കാം, 0.10. സോ 10% ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു വാല്യൂ ഉണ്ടെങ്കിൽ എനിക്ക് ഇതും പ്രിൻ്റ് ചെയ്ത് നോക്കാൻ സാധിക്കും ഈ ഒരു രീതിയിൽ. ഓക്കെ. സോ ഇങ്ങനെയുള്ള രണ്ട് വേരിയബിൾ ക്രിയേഷനൊക്കെ വരുമ്പം നമുക്ക് ഒറ്റ ലൈനിൽ ഇത് ചെയ്യാനായിട്ടൊരു ഓപ്ഷനുണ്ട്. അതായത് നമുക്ക് ഈ രണ്ട് വാല്യൂസും, അതായത് പ്രൈസ് കോമ ഡിസ്കൗണ്ട് എന്ന് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഇതിലോട്ട് വരേണ്ട വാല്യൂസ് നമ്മൾ കോമ സെപ്പറേറ്റഡ് ആയിട്ട് ഇടുക. അതായത് പ്രൈസിലോട്ട് എനിക്ക് വരേണ്ടത് 150യും ഡിസ്കൗണ്ടിലോട്ട് വരേണ്ടത് 0.10യുമാണ്. സോ ഇങ്ങനെ ചെയ്താലും സെയിം എഫക്റ്റ് പോസിബിളാണ്. അപ്പം ഒരുപാട് വേരിയബിൾസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മൾട്ടി ലൈൻ അസൈൻമെൻറ്റ് എന്ന് പറയുന്ന കാര്യം ഇങ്ങനെ ചെയ്യാൻ പറ്റും. 4-5 വേരിയബിൾസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു 1 ലൈനിൽ ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത് തീർക്കാൻ സാധിക്കും. സോ ദാറ്റ് ഒരു 80 ക്യാരക്ടേഴ്സിന് മുകളിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു വിഡ്ത്ത് ഓഫ് ദിസ് 1 ലൈൻ കമാൻഡ് എന്ന് പറയുന്നത് 80 ക്യാരക്ടേഴ്സിന് മുകളിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒറ്റ ലൈനിൽ ചെയ്യാൻ വളരെ കൺവീനിയൻ്റ് ആയിരിക്കും. ഈ വേരിയബിൾസിൻ്റെയും നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂസിൻ്റെയും ഓർഡർ കറക്റ്റ് ആവണം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിലും നമുക്ക് ഇതുപോലെ തന്നെ കോമ സെപ്പറേറ്റഡ് ആയിട്ട് ഈ രണ്ട് വാല്യൂസും പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. സോ അതിൻ്റെ യൂസേജ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. സോ ഇതിൽ നോക്കിയാൽ അറിയാം, ആദ്യത്തെ വാല്യൂ പ്രിൻ്റ് ചെയ്തു, ദെൻ സ്പേസ്, നെക്സ്റ്റ് വാല്യൂ, അങ്ങനെയാണ് ഈ കോമ സെപ്പറേറ്റഡ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വരുന്നത്. ഇനി സപ്പോസ് നമുക്കിത് താഴെ വരണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ. നമ്മൾ ഇതിലൊരു എക്സ്ട്രാ ആർഗ്യുമെൻറ്റ്, അതായത് ഇതിൻ്റെ ഡിഫോൾട്ട് ബിഹേവിയർ, ഈ ഒരു പ്രിൻറ്റ് ഫംഗ്ഷൻ്റെ ഡിഫോൾട്ട് ബിഹേവിയർ ചേഞ്ച് ചെയ്യണം. സോ അത് ചെയ്യാനായിട്ട് നമ്മൾ സെപ്പറേറ്റർ അല്ലെങ്കിൽ SCP എന്ന് പറഞ്ഞൊരു ആർഗ്യുമെൻറ്റ് കൊടുക്കണം. എന്നിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, ഏത് ക്യാരക്ടർ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിൻ്റെ സെപ്പറേഷൻ വേണ്ടത് എന്ന് പറയുക. അപ്പം ഡിഫോൾട്ടായിട്ട് സ്പേസ് ആയിരിക്കും ഇതിൻ്റെ സെപ്പറേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ന്യൂ ലൈൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ \n കൊടുക്കുക, എന്നിട്ട് റൺ ചെയ്യാം. സോ മൾട്ടി ലൈൻ അസൈൻമെൻറ്റ് ആസ് വെൽ ആസ് മൾട്ടി ലൈൻ പ്രിൻറ്റിങ്. പ്രിൻറ്റിങ്ങിലും നമുക്ക് മൾട്ടി വേരിയബിൾ അസൈൻമെൻറ്റ് ആൻഡ് മൾട്ടി വേരിയബിൾ പ്രിൻറ്റിങ് നമുക്ക് ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ.